താനെന്താ ഈ നേരത്ത്? ദുരന്തർ 2-ന്റെ കമന്റ് ബോക്സിൽ എന്നെ അവരെല്ലാവരും കൂടെ പലതും ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യമായിട്ട് അപകടം വല്ലതും ഒന്നും പറയാതിരിക്കാ ഭേദം. ഒരു പരിധി വരെ എനിക്ക് അവരെ മനസ്സിലാവും. ബിക്കോസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി. ഞാൻ ഇടപെട്ട ഒരു കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ആ തെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് പറയാൻ തന്നെ വന്നതാണ്. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തുടക്കത്തിൽ തന്നെ പറയണുണ്ട് ഇത് ഫിക്ഷനാണ്, ഇത് കഥയായിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ കണ്ട കുറച്ച് സാധനങ്ങളെയൊക്കെ അയാളെ രീതിയിൽ എഴുതി. ദിസ് ഇസ് കംപ്ലീറ്റ് ഫിക്ഷൻ. സാറില്ല, ഞാൻ ആ ദുരന്തർ 2-നെ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. തെറ്റാണത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ആക്ച്വലി അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ വാസ് റോങ്. വയറ്റിപ്പഴപ്പിന്റെ കാര്യോർത്ത് അറിയാതെ ചെയ്തു പോയത്, ക്ഷമിക്കണം. ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്ന്. ബിക്കോസ് ഇത് റിയാലിറ്റിയാണ്. സമ്മതിച്ചേ? ആണല്ലോ. നമ്മളുടെ സോൾജേഴ്സ് അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ കാണിച്ചിരുന്ന എല്ലാം ഇമാജിനേഷൻ ആണെന്നുള്ളൊരു ഇതിലോട്ട് മാറി. അതുകൊണ്ട് ഈ രോഷം കൊള്ളുന്നവരുടെ എനിക്കൊരു മനസ്സിലായി. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? എനിക്ക് എന്താണെന്ന് എൻ്റെ തെറ്റും എനിക്ക് മനസ്സിലായി. ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല. അത് എൻ്റെ വായിന്ന് വന്ന ഒരു പിഴയാണ്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി all I can say is that I'm really sorry if that has hurt people. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. I stick to what I said for one thing. അതായത് ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാം 100% ശരിയല്ല. കാര്യങ്ങൾ ഞാൻ ആരോ നോക്കി പറയും. അത് നല്ലതാ. ഈ സിനിമയാക്കി അവരെടുക്കാനായിട്ട് ഒരുപാട് രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നല്ലേ തലയിടല്. I wouldn't say that this is 100% sure truth. ഇതിൽ ഒരുപാട് പ്രൊപ്പഗാൻഡ ഈ ദുരന്തർ 2-ലുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊന്നും പട്ടാളം പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലെ. അത് ആ സംവിധായകൻ്റെ പൊളിറ്റിക്സ് ആണ് പുള്ളി പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ ഒരു എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ അതിനെ വിലയിരുത്തി ഈ സിനിമയെ കാണാതിരിക്കരുത്. ഗംഭീര സിനിമ തന്നെയാണ്. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമ്മളുടെ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോകുന്ന സ്പൈകൾ അനുഭവിക്കുന്നതും അവർ അക്കംപ്ലിഷ് ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ പറയാം, ഹൈലി നല്ലൊരു നാഷണലിസ്റ്റ് സിനിമ തന്നെയാണ്. ഞാൻ അത് ഇന്നും പറയുന്നു. എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. വീഡിയോയിലും പറയുന്നു, അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ കണ്ടിട്ട് നിങ്ങളാരും ഈ സിനിമ കാണാതിരിക്കരുത്. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി. ആൻഡ് ഐ എം റിയലി സോറി ഇഫ് ഫോർ ദ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞതിന് സോറി. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.